നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ, ആരെല്ലാമാണ് വീണ്ടും രേഖകൾ ഹാജരാക്കേണ്ടി വരിക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകളാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മാർച്ച് മാസത്തിൽ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന സമയത്ത് 13 ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് പെൻഷൻ ലഭിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾക്ക് അന്ന് പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. നമ്മൾ കാത്തിരുന്നൊരു അപ്ഡേഷനാണിത്. അന്ന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിൽ ഒരുപാട് ആളുകൾ ക്യാമ്പുകളിൽ വെച്ചും മറ്റെല്ലാം ഒരുമിച്ച് അപേക്ഷ സമർപ്പിച്ചത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അത് അപേക്ഷയിൽ തെറ്റുകൾ പറ്റിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഈ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്ന സ്ഥലത്ത് പകരം മൊബൈൽ നമ്പർ കൊടുക്കുക. ഒട്ടുമിക്ക ബാങ്ക് പാസ്ബുക്കുകളിലും, പ്രത്യേകിച്ച് പഴയ കേരള ഗ്രാമീണ ബാങ്കിൻ്റെ പാസ്ബുക്കുകളെല്ലാം അലൈൻമെൻറ്റ് തെറ്റായത് കൊണ്ട് തന്നെ അക്കൗണ്ട് നമ്പർ എന്ന ഭാഗത്ത് നേരിൽ കാണുന്ന ചിലപ്പോൾ അവിടുത്തെ ഫോൺ നമ്പർ ആയിരിക്കാം. അതിന് കുറച്ച് അടിയിലോ മുകളിലായിരിക്കും നമ്മുടെ ഫോൺ നമ്പറുകളും അക്കൗണ്ട് നമ്പറും എല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് നമ്പർ നേരെ കാണുന്ന നമ്പറുകൾ ചിലപ്പോൾ ബാങ്കിൻ്റെ മറ്റേതെങ്കിലും നമ്പർ ആയിരിക്കാം, ഫോൺ നമ്പറുകളായിരിക്കാം, പഴയ ലാൻഡ് ഫോൺ നമ്പറുകളായിരിക്കാം. അങ്ങനെ പലതും കൊണ്ട് സംഭവിച്ചത് കൊണ്ട് തന്നെ പല ആളുകളും ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് കൊടുത്ത സ്ഥലത്ത് അക്കൗണ്ട് നമ്പർ മാറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്കൗണ്ട് നമ്പർ മാറി കൊടുക്കുക, 14 അക്ക അക്കൗണ്ട് നമ്പറിന് പകരം 13 അക്ക അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അക്കൗണ്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഒട്ടുമിക്ക അക്കൗണ്ട് നമ്പറുകളിലും 0 കൂടുതലായിരിക്കും, 0 കുറവോ കൂടുതലായി കൊടുക്കുക. എന്നിങ്ങനെ പല പ്രശ്നവും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവർ അക്കൗണ്ട് നമ്പർ ചെക്ക് ചെയ്തിരുന്നില്ല. അവരുടെ പേര്, അതുപോലെ തന്നെ വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ റേഷൻ കാർഡിൻ്റെ കളർ എന്നിവ മാത്രമായിരുന്നു ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്തിരുന്നത്. നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ അവർ കണ്ണും പൂട്ടി അപ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ട്. സർക്കാർ അതിലേക്ക് പണം അയക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അക്കൗണ്ട് നമ്പർ മാറിയത് കൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ പണം തിരിച്ച് 15 ദിവസത്തിനകം തന്നെ സർക്കാരിന് തിരിച്ച് അക്കൗണ്ടിലേക്ക് കയറുകയാണ് പതിവ്. ഇങ്ങനെ സംഭവിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ സംഭവിച്ച ആളുകൾക്കാണ് ഇപ്പോൾ വളരെ ആശ്വാസം വന്നിട്ടുള്ളത്. അവർക്ക് കൊടുത്ത അക്കൗണ്ട് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ തിരുത്താൻ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താനോ എടുക്കാനോ സാധിക്കാറില്ല. പക്ഷേ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്ത രേഖയിൽ എന്തെങ്കിലും തരത്തിലുള്ള പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അവർ വീണ്ടും രേഖകൾ ഹാജരാക്കിയാൽ മതി. അക്കൗണ്ട് നമ്പറിലെ പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ വന്നതെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ പാസ്ബുക്കുമായി നിങ്ങൾ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ റെഡിയാക്കി തരും. ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു അപ്ഡേഷനാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലെല്ലാം ഇങ്ങനെ ചോദിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്നും, ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 2 മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഏപ്രിൽ മാസത്തിലെ 1000 രൂപയുടെയും മെയ് മാസത്തിലെ 1000 രൂപയുടെയും പെൻഷൻ. നമുക്കറിയാം, നാളെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മന്ത്രിസഭാ യോഗം കൂടിക്കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇതിനെല്ലാം ഡേറ്റ് അപ്രൂവലായിരിക്കുക. ഏതായാലും 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഈ 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ മറ്റ് പെൻഷനായ വാർദ്ധക്യ, വിധവ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുടെ പെൻഷൻ വിതരണവും ആ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന് ഇപ്പോഴും നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. കാർഡ് ചുവപ്പായിരിക്കണം, മഞ്ഞയായിരിക്കണം, അതല്ലെങ്കിൽ 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സ്വന്തമായി ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റു ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്കൊരു പ്രിയോ മെസ്സേജ് വരും, അതുപോലെ തന്നെ പ്രിയോ ലെറ്റർ തരും. അത് ശ്രദ്ധാപൂർവ്വം വായിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം.